السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على النبي المبعوث رحمة للعالمين نبينا وحبيبنا محمد صلوات ربي وسلامه عليه وعلى آله وصحبه أجمعين وبعد. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മരണാനന്തരം അവന് സുരക്ഷിതനായിരിക്കണം, സ്വർഗപ്രവേശനം അവന് സാധ്യമാകണം എന്നത് തന്നെയാണ്. അതിലേക്ക് എത്തിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും കർമാനുഷ്ഠാനങ്ങളും എല്ലാം വളരെ എളുപ്പമാണ്. മാത്രമല്ല, മരണം വരെ ജീവിക്കേണ്ട ഈ ദുനിയാവിൽ മനുഷ്യർ പരസ്പരം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആവശ്യമായ കുറേ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇവയെല്ലാം തന്നെ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് മനുഷ്യർക്കൊക്കെ തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നിയമങ്ങളാണ്. വ്യക്തി നിയമങ്ങൾ, കുടുംബ നിയമങ്ങൾ, ഒരു രാഷ്ട്രം ഭരിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ, അവിടെയൊക്കെ തന്നെ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് മനുഷ്യർക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന നിയമങ്ങളാണ്. കാരണം ഇത് ഏതോ വ്യക്തിയുടെ മനസ്സിൽ ഉരുതിരിഞ്ഞ ആശയങ്ങളല്ല. കുറേ കാലം ഗാഢമായി ചിന്തിച്ച് കണ്ടെത്തിയ ചില ചിന്താരീതികളുമല്ല ഇസ്ലാം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, മനുഷ്യരെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സറിയുന്ന അള്ളാഹുവാണ് ഇസ്ലാം എന്ന മതത്തിൻ്റെ അള്ളാഹുവാണ് ഈ മതം തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അത് ഇസ്ലാം മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇസ്ലാം ദീനിലുള്ള എല്ലാ നിയമങ്ങളും വളരെ എളുപ്പമാണ്. ആ വിഷയമായി വിശുദ്ധ ഖുർആൻ്റെ ധാരാളം ആയത്തുകൾ കാണാൻ സാധിക്കും. നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ, നോമ്പാണല്ലോ ആളുകൾക്ക് വല്ലാത്ത പ്രയാസമാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നത്. എന്നാൽ ആ നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോലും യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവും അള്ളാഹു ഏർപ്പെടുത്തി തന്നിട്ടില്ല എന്നാണ്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, നിങ്ങൾക്ക് ലഘൂകരിച്ച് തരുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീൻ യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ ധാരാളം ആയത്തുകളും ഹദീസുകളും ഒക്കെ അവിടെയൊക്കെ പറയുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, ആജ്ഞകൾ, കൽപ്പനകൾ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും ഏതൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരാശിക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നിയമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. ശത്രുക്കൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുവാൻ ചിലർ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലം യബ്അസ്നി മുആത്തിബ, ജനങ്ങളെ ആക്ഷേപിക്കുവാനും അവരെ ശകാരിക്കുവാനും അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുവാനുമല്ല ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്, വലാകിൻ ബഅസനി മുയസ്സിറ, ജനങ്ങൾക്ക് എളുപ്പമുള്ളവനാക്കുവാൻ, അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത് കേവലം ചില ഖുർആനിക ആയത്തുകളിലും പ്രവാചക വചനങ്ങളിലും വരിക മാത്രമല്ല, നമ്മൾ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കുക. എത്രമാത്രം എളുപ്പമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. റുഖ്സകൾ, ഇളവുകളുള്ള കുറേ ആളുകളുണ്ട്. ഉദാഹരണമായി രോഗികൾ,
ഇസ്ലാമിൽ 5 നേരം നമസ്കാരം നിർബന്ധമാണല്ലോ. അതിനു മുമ്പായി ശുദ്ധീകരണം ആവശ്യമാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വയം ശുദ്ധീകരിക്കുവാനും മറ്റുള്ളവർ സഹായിക്കുവാനും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ, അയാളുടെ ശരീരത്തിൽ മാലിന്യങ്ങളുണ്ട് എങ്കിൽ ഇത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു നോക്കുക എന്നല്ലാതെ അവനെ പ്രയാസപ്പെടുന്ന ഒരു നിയമങ്ങളും അതിൽ കാണുവാൻ സാധിക്കുകയില്ല. കഴിയുന്നത്ര അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. ഒരാൾക്ക് രോഗിയാണ്, വുളു എടുക്കാൻ സാധിക്കുന്നില്ല. ഒന്നുകിൽ വെള്ളമില്ലാത്ത കാരണത്താലായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ രോഗം വർദ്ധിക്കും, മൂർജിക്കും, മാരകമാകും. എങ്കിൽ പ്രയാസപ്പെടുത്തി വുളു എടുക്കണം എന്നല്ല പറയുന്നത്. മറിച്ച് അതിന് പകരമായി തയമ്മം ചെയ്താൽ മതി. കടുത്ത ശൈത്യമുള്ള ഒരു രാത്രിയിൽ രോഗബാധിതനായ ഒരു സ്വഹാബിക്കു കുളി നിർബന്ധമായപ്പോൾ ചിലർ പറഞ്ഞു, നിങ്ങൾ കുളിക്കൽ നിർബന്ധമാണ്. അത് കാരണത്താൽ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ വിവരമറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അറിവില്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണ്ടേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബുദ്ധിയുണ്ട്, ഓർമ്മയുണ്ട്, പക്ഷേ എപ്പോഴും വുളു എടുക്കുവാനും ഓരോ നമസ്കാരങ്ങളും അതാതിൻ്റെ സമയത്ത് നിർവഹിക്കുവാനും വലിയ പ്രയാസമുണ്ടാകുമ്പോൾ വേണമെങ്കിൽ അയാൾക്ക് 2 നമസ്കാരങ്ങൾ ഒരുമിച്ച് നമസ്കരിക്കാം, ജംഅ് ചെയ്യാം എന്നാണ്. അതേപോലെ തന്നെ രോഗിക്ക് നിന്ന് നമസ്കരിക്കുവാൻ സാധിക്കുകയില്ല. സ്വല്ലി ഖായിമൻ ഫഇൻ ലം തസ്തതി ഫഖാഇദൻ, എങ്കിൽ ഇരുന്ന് നമസ്കരിക്കാൻ, അതും സാധ്യമല്ല എങ്കിൽ ചെരിഞ്ഞു കിടന്ന് നമസ്കരിക്കാം. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ കഴിയുന്ന നിയമങ്ങളാണ് അതിലുള്ളത്. എന്നിരുന്നാലും അയാൾ ആരോഗ്യവാനായിരുന്നപ്പോൾ എപ്രകാരമായിരുന്നോ നമസ്കരിച്ചിരുന്നത്, എപ്രകാരമായിരുന്നു ആരാധനകൾ ചെയ്തത്, അതുപോലെ പ്രതിഫലത്തിന് യാതൊരു കുറവുമില്ല എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. രോഗിയെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ അവസ്ഥയിൽ പ്രയാസപ്പെട്ട് അയാൾ നോമ്പനുഷ്ഠിക്കണം എന്ന് പറയുന്നില്ല. രോഗിയാണോ എങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അദ്ദേഹത്തിൻ്റെ രോഗം മാറാൻ സാധ്യതയുണ്ട് എങ്കിൽ റമദാൻ കഴിഞ്ഞാൽ എന്നാണോ അദ്ദേഹത്തിന് നോമ്പനുഷ്ഠിക്കുവാൻ സാധിക്കുക, അപ്പോൾ നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. ഇനി ഒരിക്കലും സാധ്യമല്ലാത്ത രോഗിയാണെങ്കിൽ അയാൾ നോമ്പനുഷ്ഠിക്കേണ്ടതില്ല, പകരം അതിന് പ്രായശ്ചിത്തം കൊടുത്താൽ മതിയാകും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ അവസ്ഥയുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഹജ്ജ് നിർബന്ധമല്ല. പക്ഷേ ഹജ്ജിന് പോയി അവിടെ വെച്ച് രോഗം വന്നു, ജംറയിൽ എറിയാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പകരം ആളെ ഏൽപ്പിക്കാം എന്നാണ്. സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ ശാരീരികമായി അവശനാണ്, തനിക്ക് ഹജ്ജ് നിർബന്ധമായിരിക്കുന്നു, ഉംറ നിർബന്ധമായിരിക്കുന്നു, പകരം ഒരാളെ പറഞ്ഞയച്ചാൽ മതി എന്നാണ് ആ വിഷയത്തിൽ ഇസ്ലാമിന് പറയാനുള്ളത്. മുലയൂട്ടുന്ന ഉമ്മമാരും ഗർഭിണികളും ഇസ്ലാം അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നു. നോമ്പനുഷ്ഠിച്ചാൽ അത് അവർക്കോ കുഞ്ഞിനോ പ്രയാസകരമാവുമെങ്കിൽ പിന്നീട് അത് നോമ്പനുഷ്ഠിച്ച് വീട്ടിയാൽ മതിയാകുന്നതാണ് എന്നാണ്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും അവിടെ റുഖ്സകൾ കാണുവാൻ സാധിക്കും, ഇളവുകൾ. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വുളു എടുക്കുക പ്രയാസകരമായിരിക്കും. അതേപോലെ പൂർണ്ണമായി നമസ്കരിക്കുക, ഒരു പക്ഷേ അയാൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടേക്കാം. യാത്രക്കാരന് 2 നമസ്കാരങ്ങൾ ഒരേ സമയത്ത് നമസ്കരിക്കാൻ ജംആക്കാം, 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 റക്അത്തായി നമസ്കരിക്കാം. ഇതെല്ലാം ഇസ്ലാം നൽകുന്ന ഇളവുകളാണ്. വുളു എടുത്തതിന് ശേഷം കാലിൽ ഷോക്സ് ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓരോ നമസ്കാരത്തിനും വുളു എടുക്കുമ്പോൾ കാല് കഴുകുന്നതിന് പകരം അവിടെ അതിൻ്റെ മുകളിൽ ഷോക്സിൽ തടവിയാൽ മതി. തയമ്മം അയാൾക്ക് അനുവദനീയമുണ്ട്. രോഗിയാണോ കൈ പൊട്ടി ബാൻഡേജ് ഇട്ടുവെങ്കിൽ അവിടെ കഴുകുന്നതിന് പകരം അതിൻ്റെ മുകളിൽ തടഞ്ഞാൽ മതി. ഇനി നമസ്കാരം തന്നെ നോക്കുക, ഇളവുകൾ ധാരാളം ആളുകൾക്ക് ഇസ്ലാമിൻ്റെ എളുപ്പമാണ് കാണിച്ചു തരുന്നത്. നമസ്കാരം ഒരു മനുഷ്യൻ്റെ എല്ലാ ജോലിത്തിരക്കും മാറ്റിവെച്ച് മുഴുവൻ സമയം നമസ്കരിക്കാൻ നിൽക്കണമെന്നാണ്. അല്ല,
അയാൾക്ക് നിർബന്ധമായി 24 മണിക്കൂറിന് ഉള്ളിൽ 5 നേരമേ നമസ്കാരമുള്ളൂ. അത് ഓരോ നമസ്കാരവും മണിക്കൂറുകളുണ്ടോ? ഇല്ല, കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതും തന്നെയും നമസ്കരിക്കുവാൻ പറ്റിയ സമയങ്ങളാണ്. അർദ്ധരാത്രി 1 മണിക്ക് എഴുന്നേറ്റ് ഉറക്കമൊഴിച്ച് നമസ്കരിക്കണം എന്ന് ഇസ്ലാം പറയുന്നില്ല. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹി 5 നേരം നമസ്കാരങ്ങളും നമസ്കരിക്കുവാൻ അനുയോജ്യമായ നമസ്കാരങ്ങളാണ്. രാത്രി നമസ്കരിക്കുന്ന ഒരാൾ ഉറക്കം വന്നാൽ ഉറങ്ങണമെന്നാണ് പറയുന്നത്. ഒരിക്കൽ പള്ളിയിൽ ഒരു കയറ് കണ്ടു റസൂലുള്ളാഹി. ഇത് ആരുടെ കയറാണ്? ഇത് സൈനബ് നിന്ന് നമസ്കരിക്കുമ്പോൾ ക്ഷീണം തോന്നുമ്പോൾ അതിൽ പിടിച്ച് നിന്നുകൊണ്ട് നമസ്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ അത് മാറ്റി അഴിച്ചു വെക്കാൻ കൽപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ 3 ആളുകൾ പ്രവാചകന്റെ ജീവിതം എന്ത് എന്നറിയുവാൻ വേണ്ടി മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നു. അവർ 3 പേരും തീരുമാനമെടുത്തു, ഇനി ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല, ഞാൻ എന്നും നോമ്പനുഷ്ഠിക്കും, ഞാൻ രാത്രി ഉറങ്ങുകയേ ഇല്ല, നമസ്കരിക്കും. ഇസ്ലാം എന്താ അവിടെ നിർദ്ദേശിച്ച് റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഇവരെ പിടിച്ച് ആശംസകൾ അറിയിക്കുകയല്ല, ഞാനാണ് നിങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, എന്നാൽ ഞാൻ ഉറങ്ങാറുണ്ട്, രാത്രി നമസ്കരിക്കാറുണ്ട്, സുന്നത്ത് നോമ്പുകൾ എടുക്കാറുണ്ട്, ഒഴിവാക്കാറുണ്ട്, ഞാൻ വിവാഹിതനാണ്. എൻ്റെ ചര്യയ്ക്ക് വിപരീതമായി ചെയ്യുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന പ്രവാചകന്റെ ആ നിർദ്ദേശം ഇസ്ലാമിൻ്റെ യുസ്ർ, എളുപ്പത്തെയാണ് അറിയിക്കുന്നത്. മുസ്ലിമായ എല്ലാ ആളുകൾക്കും എല്ലാ വിധിയും ബാധകമാണോ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഭ്രാന്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിധികൾ അവർക്ക് നിർബന്ധമില്ല, അവർക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ആർത്തവകാരികളായ സ്ത്രീകളും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളും അവർക്ക് നോമ്പില്ല, നമസ്കാരമില്ല. പിന്നീട് നമസ്കാരം ഒരിക്കലും അവർ ഖളാ ചെയ്യേണ്ടതില്ല, എന്നാൽ നോമ്പ് പിന്നീട് അവർ നോറ്റ് വീട്ടിയാൽ മതി. മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ ഇബാദാത്തുകൾ, ആരാധനകൾ എന്ന് പറയാവുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം ഓരോരുത്തർക്കും തോന്നിയതുപോലെ അതിൽ പുതിയ കുറേ ഓരോ നിയമങ്ങളുണ്ടാക്കി കർക്കശമാക്കി അങ്ങനെ ഒന്ന് ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. ഇബാദത്തുകൾ, ആരാധനകൾ പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതിൽ ലെവലേശം തൻ്റെ ബുദ്ധിക്കനുസരിച്ച് തീവ്രത കൂട്ടുവാനോ കുറക്കുവാനോ പാടില്ല എന്നതാണ്. ഇസ്ലാമിൻ്റെ എളുപ്പമാണത് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ ക്രയവിക്രയങ്ങളും ഇടപാടുകളും അത് പൂർണ്ണമായി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഉദാഹരണമായി എന്തെല്ലാം ഭക്ഷിക്കാം? എല്ലാം ഭക്ഷിക്കാം, അല്പം മാത്രമേ വിരോധിക്കപ്പെട്ടിട്ടുള്ളൂ. എന്തെല്ലാം കുടിക്കാം? എല്ലാം കുടിക്കാം, അല്പം മാത്രമേ വിരോധിക്കപ്പെട്ടിട്ടുള്ളൂ. ആരെയെല്ലാം വിവാഹം കഴിക്കാം? എല്ലാവരെയും വിവാഹം കഴിക്കാം, അല്പം ചില നിഷിദ്ധങ്ങൾ മാത്രമേയുള്ളൂ. ഇസ്ലാമിലെ വിവാഹം തന്നെ എടുത്തു നോക്കുക. ഭീമമായൊരു സംഖ്യ സ്ത്രീധനം എന്ന പേരിൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഭാരിച്ച മഹർ അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് വലീമ കൊടുക്കൽ തന്നെയും അവനവൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതുവരെ? വിവാഹ മോചനം വരെ ഉണ്ടാകുമ്പോൾ അതിലുള്ള നിയമങ്ങൾ എത്രമാത്രം എളുപ്പമാണ്. ഔ തസ്രീഹം ബി ഇഹ്സാൻ, നല്ല നിലക്കായിരിക്കണം വിവാഹമോചനം ചെയ്യുമ്പോൾ ഭാര്യയെ പറഞ്ഞയക്കേണ്ടത് എന്നാണ്. പ്രബോധന മേഖല എടുത്തു നോക്കുക. ആളുകളെ നിർബന്ധിപ്പിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നത് ഇസ്ലാമിന് അന്യമാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കുക. ഞെരുക്കമുള്ള, കുടുസതയുള്ള, പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. ഇസ്ലാമിൻ്റെ ഒരു നിർദ്ദേശത്തിലും അങ്ങനെ ഒരു പ്രയാസവും ഇല്ല എന്നതും വ്യക്തമാക്കണം. പ്രവാചക അനുയായി പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈൻ, 2 കാര്യങ്ങൾക്കിടയിൽ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അധികാരം പ്രവാചകനുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത് എന്നാണ്. കുട്ടികളുടെ കാര്യം എടുത്തു നോക്കുക. മനുഷ്യരുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും ബാധ്യതകളുമുണ്ട്. ഭാര്യയ്ക്ക് നൽകേണ്ട ബാധ്യതകൾ, മക്കൾക്ക് നൽകേണ്ട ബാധ്യതകൾ, അയൽവാസികൾക്ക് നൽകേണ്ട ബാധ്യതകൾ, മറ്റു മതസ്ഥർക്ക് നൽകേണ്ട ബാധ്യതകൾ, അവിടെയുള്ള നിയമങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, ഏത് നൂറ്റാണ്ടിലുള്ള ആളുകൾക്കും സ്വീകരിക്കുവാൻ കഴിയുന്ന
മനുഷ്യഹൃദയത്തിന് സ്വീകരിക്കുവാൻ താല്പര്യം തോന്നുന്ന എളുപ്പമുള്ള നിയമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അത് ഇസ്ലാമാകുന്നു എന്നാണ്. വലൻ യുശാദ്ദീന ഇല്ലാ ഗലബ, അതിലാരെങ്കിലും ഇല്ലാത്ത നിയമങ്ങൾ കൊണ്ടുവന്നാൽ അത് അവനെ പരാജയപ്പെടുത്തി കളയുമെന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ തനതായ നിയമങ്ങൾ, ആജ്ഞകൾ, കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. ഹദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.